എല്ലാവർക്കും നമസ്തേ. നിങ്ങളെ ഒരു ചാനൽ ചർച്ചയിൽ ആ ചാനൽ ഉടമ വന്നിരുന്ന് പറഞ്ഞ ചില വാക്കുകളാണ് കേൾപ്പിക്കാൻ പോകുന്നത്. കള്ളന്മാരെയും ഈ കൊള്ളക്കാരെയും ഈ പീഡകരെയും എല്ലാം സംരക്ഷിച്ച് ഇവരെല്ലാം ഈ പറഞ്ഞ് ഇനിയും പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ എന്താണ് സംവിധാനത്തിലേക്ക് ഇറക്കി വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതിനെതിരെ ഏത് നിലപാട് സ്വീകരിക്കണം? ചാനൽ മുതലാളി പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണുമല്ലോ. അയാൾ വളരെയേറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിലും വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളൂ. അയാൾ പറയുന്നത് കള്ളന്മാരെയും ഈ കൊള്ളക്കാരെയും ഈ പീഡകരെയും എല്ലാം സംരക്ഷിച്ച് ഇനിയും പീഡിപ്പിക്കാൻ സംവിധാനത്തിലേക്ക് ഇറക്കി വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഈ ചാനൽ എന്നാണ് അയാൾ പറയുന്നത്. അയാളുടെ പേരാണ് ആൻഡോ അഗസ്റ്റിൻ, റിപ്പോർട്ടർ ചാനലിൻ്റെ മുതലാളി ആൻഡോ അഗസ്റ്റിൻ. ഇത് കേൾക്കുമ്പോൾ വളരെ തമാശയാണ് തോന്നുന്നത്. കാരണം നമ്മൾക്കറിയാം ആൻഡോ അഗസ്റ്റിൻ്റെ ചരിത്രം തന്നെ. ഈ നമ്മുടെ കേരളം ആസ്ഥാനമാക്കി ഒരു മാംഗോ ഫോൺ എന്ന് പറഞ്ഞ ഒരു കമ്പനി തുടങ്ങുന്നുവെന്നും അതിൻ്റെ ഫ്രാഞ്ചൈസി കൊടുത്ത് നിങ്ങൾക്കെല്ലാം ഫ്രാഞ്ചൈസി തരാം എന്ന് പറഞ്ഞ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെയുള്ള ആളുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ ഓരോരുത്തരിൽ നിന്നും വാങ്ങി അവരെ പറ്റിച്ച് കോടികൾ ഉണ്ടാക്കിയ ഒരു മനുഷ്യനാണ് ഈ ആൻഡോ അഗസ്റ്റിൻ. അത് തന്നെയുമല്ല, അയാളുടെ പേരിലുള്ള കേസുകൾ. മുമ്പ് ഒരു വലിയൊരു കമ്പനിയുടെ ഡീലർഷിപ്പ്, ഒരു വിദേശ ട്രക്ക് നിർമ്മാണ കമ്പനി AMW എന്ന് പറയുന്ന ഒരു കമ്പനി, നമ്മളെല്ലാം നിരത്തിൽ കൂടി ഈ വണ്ടി ഓടുന്നത് കാണാം. AMW വളരെ വലിയ ട്രക്കുകളൊക്കെ, ടിപ്പറുമൊക്കെ, ടോറസ് അതേപോലുള്ള വാഹനങ്ങൾ. അതിൻ്റെ ഡീലർഷിപ്പിൻ്റെ പേരിൽ വളരെയേറെ തട്ടിപ്പ് നടത്തിയതാണ് ബാങ്കുകളെ. അതായത് കാനറ ബാങ്ക് ഉൾപ്പെടെയുള്ള ബാങ്കുകളിൽ നിന്നും അതിൻ്റെ പേരിൽ കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത കക്ഷി, ബാങ്കിനെ കബളിപ്പിച്ച കക്ഷി. അതും കഴിഞ്ഞ് മുട്ടിൽ മരമുറി കേസ് എന്ന് പറയുന്ന ഒരു കേസ് നിങ്ങൾക്കറിയാമായിരിക്കും. സർക്കാരിൻ്റെ സ്ഥലത്ത് നിന്ന് മരങ്ങൾ, വിലയേറിയ ലക്ഷങ്ങൾ വില വരുന്ന മരങ്ങൾ മോഷ്ടിച്ച് വെട്ടിയെടുത്ത് വിറ്റ് കോടികളുണ്ടാക്കിയ കക്ഷി. ഇയാളാണ് പറയുന്നത് കള്ളന്മാരെയും കൊള്ളക്കാരെയും പീഡകരെയും സംരക്ഷിച്ച് കൂടുതൽ പീഡനം നടത്താൻ സമൂഹത്തിലേക്ക്, സംവിധാനത്തിലേക്ക് ഇറക്കി വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന്. എങ്ങനെയുള്ള മനുഷ്യനായി പറയുന്നത് നോക്കണം. ഇതൊന്നും ചെയ്യാത്ത 100% സൽസ്വഭാവിയായ മനുഷ്യനാണെന്ന് നമ്മൾ ഇതൊക്കെ കേൾക്കുന്നവർ തോന്നും. കാരണം ഇയാളുടെ വിചാരം സാധാരണക്കാർ ഇയാളുടെ ഈ കേസുകളൊന്നും അറിയാത്തത് കൊണ്ട് ഇയാൾക്കങ്ങ് മഹാനാകാം എന്നാണ് അയാൾ ചിന്തിക്കുന്നത്. പക്ഷേ കേരളത്തിലെ നല്ലൊരു ജനങ്ങൾക്കും ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ മാംഗോ ഫോൺ എന്ന പേരിൽ തട്ടിപ്പ് നടത്തിയത് ഇനി ഈയുടെ സഹോദരങ്ങളും കൂടെ ചേർന്നാണോ എന്ന് ആളുകൾക്ക് സംശയം ഉണ്ടാകും. കാരണം സാധാരണക്കാരല്ലേ, പത്രങ്ങളെല്ലാം, മനോരമ ഉൾപ്പെടെയുള്ള കേരളത്തിലെ പത്രങ്ങൾ മൊത്തം 1-ാം പേജിൽ കോടികളുടെ പരസ്യം കൊടുത്ത് ഇതിനെ പ്രചരിപ്പിച്ചു. അമിതാഭ് ബച്ചനെയും സച്ചിൻ ടെണ്ടുൽക്കറിനെയും ആണ് ഇയാൾ ബ്രാൻഡ് അംബാസഡർമാരാണെന്ന് പറഞ്ഞ് അവതരിപ്പിച്ചിരുന്നത്. അങ്ങനെ പത്രത്തിൽ പരസ്യങ്ങൾ വന്നത് കുറേ നാൾ അടുപ്പിച്ച് വന്നു. അത് കഴിഞ്ഞപ്പോൾ ഫോണുമില്ല, ഈ പരസ്യവും ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കത്തില്ല. പക്ഷേ ജനങ്ങൾ ചിന്തിക്കണം, ആ മാംഗോ ഫോണ് ഈ ആൻഡോയും അയാളുടെ സഹോദരങ്ങളും കൂടെ ചേർന്ന് നടത്തിയ തട്ടിപ്പായിരുന്നു എന്നുള്ള കാര്യം ജനങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ സമൂഹത്തിനെ പറ്റിച്ച് വ്യാജ പ്രചരണം നടത്തി, പിന്നെ സർക്കാർ സ്ഥലത്ത് ഇരിക്കുന്ന മരങ്ങൾ മോഷ്ടിച്ചു വിറ്റും ബാങ്കുകളെ കബളിപ്പിച്ചും ഒക്കെ നിരവധി കോടികൾ സമ്പാദിച്ച് ആ പണം ഉപയോഗിച്ച് ഒരു ചാനൽ വാങ്ങി ഈ
റിപ്പോർട്ടർ ചാനൽ അയാൾ നികേഷ് കുമാറിൻ്റെ നിന്നും വാങ്ങിയിട്ട് ഇയാൾ സമൂഹത്തിൽ പടച്ചു വിടുന്നത് ഇയാളുടെ പ്രവൃത്തി തന്നെയാണ് ഇയാളെ ചാനൽ കൂടി ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. കാരണം എന്തൊക്കെ മോശമായിട്ടാണ് ഇയാൾ ഈ ചാനലിൽ കൂടി ഇയാളുടെ കുറേ സഹപ്രവർത്തകരുണ്ട്. ഒരു പരുത്തിക്കുരു എന്നല്ല അവരുടെ പേര്, സ്മൃതി പരുത്തിക്കാട് അല്ല പരുത്തിക്കാട്, അവള്, പിന്നെ ഒരു ജിമ്മി, പിന്നെ വേറൊരു വിദ്വാൻ അടുത്ത കാലത്ത് വന്നിട്ടുണ്ട്, ഏഷ്യാനെറ്റിൽ നിന്നാണെന്ന് തോന്നുന്നു. ഇന്നലത്തെ ചർച്ചയിൽ ഒരു കറുത്ത ഫ്രെയിമുള്ള കണ്ണാടി വെച്ചിരുന്ന അയാളുടെ പേര് ഞാൻ മറന്നുപോയി. ഇവരെ എല്ലാം നയിക്കുന്നത് ഈ ആൻഡോയോടൊപ്പം ചേർന്ന് നയിക്കുന്ന ഒരു മൊട്ടയരുൺ. റിപ്പോർട്ടർ ചാനലിൻ്റെ കാര്യം നമ്മൾ നേരത്തെ കുറച്ച് വിവാദമായതാണ്. കാരണം ഷിരൂരിൽ മലയിടിഞ്ഞ് വീണ് ആ ലോറി വെള്ളത്തിൽ പോയ സംഭവം, അതെന്തുമാത്രം ഈ ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടാനായിട്ട് എന്തുമാത്രം തോന്നിയവാസങ്ങളും മര്യാദകേടുമാണ് ആ ടി വിക്കകത്തേക്കുള്ള ചാനലിൽ കൂടി അവർ സമൂഹത്തിൽ പടച്ചു വിട്ടതെന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. അതിലുപരിയാണിപ്പോൾ ഇവർ ചാനലിൽ കൂടി നടത്തുന്ന വിദ്വേഷം. അതായത് നമ്മുടെ പ്രധാനമന്ത്രിക്കും നമ്മുടെ ഈ രാഷ്ട്ര സ്നേഹികളായിട്ടുള്ള നേതാക്കന്മാർക്ക്, അതായത് BJPയുടെ നേതാക്കന്മാർക്കും എതിരെ നിരന്തരമായി വളരെ വൃത്തികെട്ട രീതിയിൽ തോന്നിയവാസം മാത്രമാണ് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ, അതായത് സെപ്റ്റംബർ 1-ാം തീയതി ഇവന്മാരുടെ ഒരു പരിപാടിയുണ്ട്, ഇവരുടെ മീറ്റ് ദ എഡിറ്റേഴ്സോ അങ്ങനെ മറ്റോ പരിപാടി. അതിനകത്തിൽ പറയുന്നത് രാഹുൽ ഗാന്ധി ഇന്നലെ വോട്ടവകാശ യാത്രയുടെ സമാപനം നടന്നത് വലിയൊരു സംഭവമാണ്, ഇതോടുകൂടി BJP പ്രധാനമന്ത്രി ഭയന്ന് വിറച്ചിരിക്കുകയാണെന്നാണ് അതിനകത്ത് കൂടെ പറയുന്നത്. അത് അവരുടെ കാഴ്ചപ്പാട്, ഇത് നമുക്ക് വിരോധമില്ല, അത് അവർ എന്തും പറഞ്ഞോട്ടെ. ഇതിനകത്തിൽ തന്നെ ഇവന്മാർ ഈ കറുത്ത ഫ്രെയിമുള്ള കണ്ണാടി വെച്ച അവനെ ജിമ്മി എന്നുള്ള പേര് ഞാൻ ഒരിക്കലും മറക്കത്തില്ല കേട്ടോ. മറ്റൊരു പേര് എനിക്ക് ഓർമ്മയില്ലെങ്കിൽ ജിമ്മി എന്നുള്ള പേര് ഞാൻ മറക്കത്തില്ല. കാരണം ഈ ജിമ്മി എന്ന് പറയുന്നവൻ മനോരമ ന്യൂസിൽ നേരത്തെ ഉണ്ടായിരുന്നവനാണ്. അവൻ്റെ ഒരുപാട് പരിപാടികൾ കണ്ടിട്ടുണ്ട്. അതിലുപരി ജിമ്മി എന്ന പേര്, എൻ്റെ തൊട്ടയൽപക്കത്തൊരു പട്ടിയുണ്ടായിരുന്നു. മിക്കവാറും വീട്ടിൽ വരുമായിരുന്നു, ഞാനതിന് എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ കൊടുക്കുമായിരുന്നു, ബിസ്ക്കറ്റും അതൊക്കെ കൊടുക്കുമായിരുന്നു. അതോടുകൂടി ആ പട്ടി ഞാൻ എന്തു പറഞ്ഞാലും അനുസരിക്കുന്ന സ്വഭാവം. നമ്മൾ കുരങ്ങനെ കൊണ്ട് കളിപ്പിക്കുമല്ലോ, ചാടിക്കളിക്കടാ കുഞ്ഞിരാമ, ഓടിക്കളിക്കടാ കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ അതനുസരിച്ച് കുരങ്ങത്തുള്ളൂ. അതിനെന്തോരം കൊടുത്താൽ മതി. ഒരു വഴിയെ പോകുന്ന ഒരുത്തൻ്റെ നേരെ കുറച്ചുകൊണ്ട് ചാടിച്ചെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യും. വെളിയിൽ കിടക്കുന്ന ഒരു പത്രം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ അത് ചെയ്യും എന്ന് പറയുന്നതിൻ്റെ കൂട്ടാണ് ഈ ജിമ്മിയുടെ ആ സംസാരം. ചാനൽ മുതലാളി പറയുന്നതനുസരിച്ച് തുള്ളുന്നു, ചാനൽ മുതലാളിയുടെ ഇഷ്ടമനുസരിച്ച് BJP പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരെ കുറിച്ച് തോന്നിയവാസം പറയുന്നു. അത് അയാളുടെ സ്വഭാവം. ഈ പരുത്തിക്കുരു നോക്കി അബദ്ധത്തിൽ എൻ്റെ വായിൽ നിന്ന് വന്നാൽ ക്ഷമിക്കുക. സ്മൃതി പരുത്തിക്കാട് എന്നാണ് ആ സ്ത്രീയുടെ പേര്. അവരിന്നലെ ഇരുന്ന് പറയുന്നത് എന്തൊക്കെയാണ് പറയുന്നത്. പ്രധാനമന്ത്രി ഭയന്നിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ ആ ബോംബിനെ കുറിച്ച് ഓർത്ത്. ആറ്റം ബോംബെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ആറ്റം ബോംബ് എന്താണെന്നാണ് ഈ പരുത്തിക്കാട് പറയുന്നത്. എന്താണ് ആറ്റം ബോംബ്? വാരാണസിയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തുടക്കത്തിൽ പ്രധാനമന്ത്രി 10,000 വോട്ടിന് പിന്നിലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ജയിച്ചത് 1.5 ലക്ഷം വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അത് വ്യാജമാണെന്നാണ് ഈ പരുത്തിക്കാട് പറഞ്ഞു വെക്കുന്നത്. സ്മൃതി പരുത്തിക്കാട് പറയാതെ പറഞ്ഞു വയ്ക്കുന്നത്. ഇനി അതാണ് ഈ ആറ്റം ബോംബെന്നും ആ ബോംബാണ് രാഹുൽ ഗാന്ധി പൊട്ടിക്കാൻ പോകുന്നത് എന്നുമാണ് ഈ പരുത്തിക്കാട് സ്മൃതി പറഞ്ഞു വച്ചിരിക്കുന്നത്. ഇവൾക്കാരാണ് ഇങ്ങനെ ഒരു ഇതിനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത്? പ്രധാനമന്ത്രിയെ, ഇലക്ഷൻ കമ്മീഷനെയും എല്ലാം ഇതേപോലെ
അടച്ചാക്ഷേപിച്ച് തോന്നിവാസം പറയാൻ ഇവൾക്കാരാണ് ഈ അധികാരം കൊടുത്തിരിക്കുന്നത്? അല്ലെങ്കിൽ ഇവളായിരുന്നു അവിടെ ഇലക്ഷൻ നിയന്ത്രിച്ചിരുന്നത്? ഇത്രമാത്രം മര്യാദകെട്ട രീതിയിൽ ഒരു സ്ത്രീ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അവളുടെ അഹങ്കാരം എത്രമാത്രം ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. മാധ്യമപ്രവർത്തനമല്ലിത്, ഇത് മാധ്യമ വ്യഭിചാരമാണ് കാണിക്കുന്നത്. കാരണം മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ നിഷ്പക്ഷമായിരിക്കണം. സമൂഹത്തിൽ ഉണ്ടാകുന്ന ആ ഒരു സംഭവങ്ങൾ അത് ശരിയും തെറ്റും മനസ്സിലാക്കി അത് യാഥാർത്ഥ്യത്തോടു കൂടി ആയിരിക്കണം ജനങ്ങളുടെ മുന്നിൽ എത്തിക്കേണ്ടത്. സമൂഹത്തിൻ്റെ ശബ്ദമായിരിക്കണം മാധ്യമപ്രവർത്തനം. പക്ഷേ ഇവളതല്ല കാണിക്കുന്നത്. അന്ധമായ BJP വിരോധം, അതിലൂടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാരെ തെറി വിളിക്കുക. BJPയോടുള്ള വിരോധം മാത്രമല്ല, RSSനെ കുറിച്ച് എന്തൊക്കെയാണ് ഇവൾ പറയുന്നത്? ഇവൾക്ക് എന്ത് അധികാരം RSSനെ കുറിച്ച് സംസാരിക്കാൻ? ഇവൾ RSSൻ്റെ വക്താവാണോ? RSS എന്നൊരു പ്രസ്ഥാനം എന്താണെന്നുള്ളത് അതിവൾ മനസ്സിലാക്കണം. കമ്മ്യൂണിസം പോലുള്ള ഒരു പ്രസ്ഥാനമല്ല. ഇവിടെ കമ്മ്യൂണിസത്തിനെയാണ് ഇവൾ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്. അത് അവൾ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ അവളത് പുലർത്തുക. പക്ഷേ മാധ്യമം എന്ന പേരിൽ നിഷ്പക്ഷ മാധ്യമം ആയിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന പാർട്ടി, CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ചാനലായിട്ട് വർത്തിക്കുക. അല്ലാതെ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് ഈ ദേശത്തെയും ദേശത്തിൻ്റെ നേതാക്കളെയും ദേശീയതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരെയും ഇതേപോലെ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നതല്ല മാധ്യമപ്രവർത്തനം. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾക്കറിയാം, നമ്മളൊരു സംസ്കാരമുള്ള വീട്ടിൽ ജനിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ നമ്മിലും സംസ്കാരം ഉണ്ടാവുകയുള്ളൂ, നമ്മൾ മാന്യമായി പെരുമാറുകയുള്ളൂ. നമ്മുടെ അച്ഛനമ്മമാർ മോശമായ മോശക്കാരാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതവും മോശമായിട്ടേ മുന്നോട്ട് പോവുകയുള്ളൂ. കാരണം മോശക്കാരായിട്ടുള്ള അച്ഛനമ്മമാർ നമ്മളെ പരിപാലിച്ച് വളർത്തിക്കൊണ്ടുവന്നാൽ നമ്മൾക്ക് അവരുടെ സ്വഭാവത്തിലേക്ക് നമ്മൾ മാറുമെന്നുള്ളത് സ്വാഭാവികമാണ്. അതിന് നമ്മൾ ആ ഒരു വ്യക്തിയെ കുറ്റം പറഞ്ഞിട്ട് കഥയില്ല. എങ്കിലും അങ്ങനെയുള്ള എത്രയോ വ്യക്തികൾ മറ്റ് പൊതുജനങ്ങളുമായിട്ട് സംസർഗം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ പരിവർത്തനം ഉണ്ടാകുന്നുണ്ട്. അത് ഓർത്ത് നമ്മൾക്ക് ഇതിനെ ക്ഷമിക്കാവുന്നതല്ല. നമ്മൾ ഈ ദേശസ്നേഹികളും ആയിട്ടുള്ള RSS BJP പ്രവർത്തകർ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കണം. പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ ഈ CPMൻ്റെ വഴിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ അടുത്ത സമയത്ത് 2-3 ദിവസം മുമ്പ് ഈ CPMൻ്റെയും സംസ്ഥാന സർക്കാർ, പിണറായി സർക്കാരിൻ്റെയും ഒക്കെ കടുത്ത വിമർശകനായ അയാളെല്ലാവരെയും വിമർശിക്കും. ഈ ഷാജൻ സ്കറിയ BJP തെറ്റ് കാണിച്ചാൽ വിമർശിക്കും, കോൺഗ്രസിനെ വിമർശിക്കും. പക്ഷേ കൂടുതൽ തെറ്റുകൾ CPMും പിണറായി വിജയനും ചെയ്യുന്നതുകൊണ്ട്, ജനഹിതകരമല്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നത് ഈ CPMനാണ്. ഇത് കാരണം അദ്ദേഹത്തെ DYFI SFI CPM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഒത്താശയോടുകൂടി DYFI SFI നേതാക്കൾ റോഡിലിട്ട് മർദ്ദിക്കുകയുണ്ടായി. വധശ്രമമായിരുന്നു നടത്തിയിരുന്നത്. അതേ രീതിയിലുള്ള പ്രതികരണമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ ചാനലിനെ ഇതിൻ്റെ റേറ്റിങ്ങിൽ നിന്ന് തീർത്തും താഴേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുക. ഇതിനെ പൂട്ടിക്കെട്ടാൻ പറ്റുന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റുക. ഇത് തന്നെ അറിയാം, നികേഷ് കുമാർ ഈ ചാനൽ ഉണ്ടാക്കി വെച്ചു. വളരെ വലിയ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു, ലാഭകരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അയാളുടെ ഇതേപോലുള്ള പ്രവൃത്തി ദോഷം കാരണം ആ ചാനൽ പ്രതിസന്ധിയിലായി. അത് വിൽക്കേണ്ടി വന്നു. പണ്ട് ഒരു ഇന്ത്യ വിഷൻ എന്ന് പറഞ്ഞ ഒരു ചാനലുണ്ടായിരുന്നു. അതിൻ്റെ അവസ്ഥ നമുക്കറിയാം. ഏകദേശം ഈ ഏഷ്യാനെറ്റിന് ശേഷം മലയാളത്തിൽ വന്ന ഒരു പഴയ ഒരു ചാനലായിരുന്നു, നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന. അതിൻ്റെ പൂട്ടിക്കെട്ടേണ്ടി വന്ന കാര്യം നമുക്കറിയാം. എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് ഈ
റിപ്പോർട്ടർ ചാനലിനെ എത്തിക്കാൻ ഈ രാജ്യത്തെ ദേശസ്നേഹികളും BJP RSS പ്രവർത്തകരും ശ്രമിക്കണം. റേറ്റിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ പരസ്യം കിട്ടുകയില്ല, പരസ്യമില്ല എന്നുണ്ടെങ്കിൽ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകത്തില്ല. ആ അവസ്ഥയിലേക്ക് എത്തിച്ച് ഇവരെ ഒരു പാഠം പഠിപ്പിക്കാൻ BJP RSS പ്രവർത്തകർ തയ്യാറാകണം. കാരണം ഇത് സമൂഹത്തിൽ വരുത്തി വയ്ക്കുന്ന ആ ഒരു അപകടം നമ്മൾ മനസ്സിലാക്കുക. നമ്മൾക്ക് തന്നെ അറിയാം, ഒരു മീഡിയ വൺ എന്ന് പറയുന്നൊരു ചാനലിൻ്റെ കാര്യം. അവർ നിരന്തരം ഇന്ത്യക്കെതിരായിട്ട് വളരെ വലിയ പ്രചരണമാണ് നടത്തിയിരുന്നത്. നമ്മുടെ ഇന്ത്യൻ പട്ടാളക്കാർ കൊലയാളികളാണെന്നും ബലാത്സംഗ വീരന്മാരാണെന്നും ഉൾപ്പെടെയുള്ള രീതിയിലാണ് അവർ വ്യാജ വീഡിയോ തയ്യാറാക്കി ഇവർ പ്രക്ഷേപണം നടത്തിയിരുന്നത്. കാശ്മീരിൽ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്ത് ഒരുമിച്ച് സംസ്കാരം നടത്തി എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ രീതിയിലായിരുന്നു, പുകയിലായിരുന്നു അവർ നടത്തിക്കൊണ്ടിരുന്നത്. ഇവരുടെ ഈ പരിപാടി, വ്യാജ വീഡിയോ, പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയിലും മറ്റ് അന്താരാഷ്ട്ര വേദികളിലും ഇന്ത്യക്കെതിരായിട്ട് വൻ പ്രചാരണമാണ് ഈ വീഡിയോ ഉപയോഗിച്ച്, ഇതിനകത്തിലെ റിപ്പോർട്ട് ഉപയോഗിച്ച് അവർ ചെയ്തത്. അതിനെ കേന്ദ്ര സർക്കാർ ഗൗരവമായി കണ്ടു. കേന്ദ്രം ഇതിൻ്റെ പ്രവർത്തനാനുമതി ലൈസൻസ് പുതുക്കി കൊടുക്കാതെ തടഞ്ഞു. മീഡിയ വൺകാർ കേരള ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി സർക്കാർ നടപടി ശരിവെച്ചു. അതിനെതിരെ നമ്മുടെ സുപ്രീം കോടതിയെ ഈ മീഡിയ വൺകാർ സമീപിച്ചു. അവിടെയാണ് എല്ലാം തകിടം മറിഞ്ഞത്. സുപ്രീം കോടതിക്ക് നമ്മുടെ ദേശദ്രോഹ പ്രവർത്തനത്തിൽ ഒന്നും ഒരു വിഷയവും ഉണ്ടായില്ല. ദേശത്തിനെ നാണം കെടുത്തുന്നതോ ഈ ദേശത്തിനെതിരായിട്ടുള്ള പ്രചരണം നടത്താനുള്ള ശ്രമമോ സുപ്രീം കോടതിക്ക് ഒരു വിഷയമേ അല്ലാതായി. അവരുടെ അവിടുത്തെ വിഷയം മാധ്യമ സ്വാതന്ത്ര്യം. മാധ്യമ സ്വാതന്ത്ര്യം എന്ന പേരിൽ എന്ത് തോന്നിയവാസവും നിങ്ങൾ അവതരിപ്പിച്ചോളൂ, അതിൽ നിങ്ങൾക്ക് എതിരെ ഒരു നടപടിയെടുക്കാൻ സർക്കാരിന് അധികാരം ഇല്ല എന്ന് ഉള്ള ആ ധ്വനി വളർത്തുന്ന രീതിയിൽ ഈ കേന്ദ്ര സർക്കാർ ഈ മാധ്യമത്തിന് എതിരെ, അതായത് ഈ മീഡിയ വണ്ണിനെതിരെ എടുത്ത നടപടി അത് റദ്ദ് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ദേശവിരുദ്ധ പ്രവർത്തനത്തിന് അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തു. നിങ്ങൾ വീണ്ടും തുടർന്നുകൊള്ളൂ എന്നുള്ള രീതി. ഇപ്പോഴും അത് തന്നെയാണ് അവർ തുടരുന്നത്. അവർക്കറിയാം, കോടതിയിൽ പോയാൽ, സുപ്രീം കോടതി എന്ന് പറയുന്ന ഒരു പരമമായ കോടതി ഇന്ത്യയിലുണ്ടെന്നും അവരെന്ത് ദേശവിരുദ്ധ പ്രവർത്തനം നടത്തിയാലും അവിടുന്ന് അവർക്ക് അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടാകും എന്നുള്ള ഒരു ആ ധൈര്യത്തിൽ അവർ മുന്നോട്ട് പോകും. ഇത് തന്നെയാണ് ഈ റിപ്പോർട്ടർ ഉൾപ്പെടെയുള്ള ചാനലുകളിലെ ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കാരണം നമ്മൾ ദേശസ്നേഹികളും ഈ പ്രധാനമന്ത്രിയെയും നമ്മുടെ രാജ്യത്തിൻ്റെയും ആ ഒരു ഉയർച്ച, ഈ പ്രധാനമന്ത്രിയിലൂടെ ഈ രാജ്യത്തിന് ഉണ്ടാക്കിയിരിക്കുന്ന ഉയർച്ചയിൽ സന്തോഷിക്കുന്ന നമ്മൾ തീർച്ചയായും പ്രധാനമന്ത്രിയെ സ്നേഹിക്കും. അങ്ങനെയുള്ള സാധാരണക്കാർ ഈ റിപ്പോർട്ടർ ചാനലിന് ഒരു പാഠം പഠിപ്പിക്കാൻ, ഇവരെ റേറ്റിങ്ങിൽ ഏറ്റവും താഴേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. അല്ല എന്നുണ്ടെങ്കിൽ ഇവരെ വളർത്തിക്കഴിഞ്ഞാൽ, നമ്മൾ പറയുമല്ലോ, ഒരു വൃക്ഷം നമ്മുടെ പുരയ്ക്ക് മുകളിൽ വളർന്നാൽ അത് മുറിച്ച് കളയണമെന്ന് പറയാം. അല്ലെ പുരയ്ക്ക് ദോഷമാണ്, അതൊരു കാറ്റത്തോ മഴയത്തോ അത് പുരയുടെ മണ്ടയ്ക്ക് വീണാൽ നമ്മുടെ വീടും തകരും, അതിനകത്തിലുള്ള ആൾക്കാരും ഇല്ലാതാകും. അങ്ങനെ സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ചാനലുകളെ അവരെ പ്രതിസന്ധിയിൽ നിന്നും പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് നമ്മൾ അവരെ പൂട്ടിക്കെട്ടാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. അല്ല എന്നുണ്ടെങ്കിൽ ഇത്തരം കള്ളന്മാരും ആൻഡോ സഹോദരന്മാർ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, അധിക കാലമായിട്ട് നമ്മൾ ചാനലിലെല്ലാം കണ്ടതാണ്. പോലീസിൻ്റെ വലിയ വാഹനത്തിൽ, നമ്മുടെ നാടൻ ഭാഷയിൽ അതിനെ വിളിക്കുന്നത് ഇടിവണ്ടി എന്നാണ് വിളിക്കുന്നത്, അതിനകത്തിൽ ഈ സഹോദരങ്ങളെല്ലാം കൂടെ പിടിച്ചു കയറ്റിയിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത് നമ്മൾ കണ്ടതാണ്. ഇത്തരം സാമൂഹ്യ വിരുദ്ധർ ഇതേപോലുള്ള ചാനലുകളിൽ വിലയ്ക്ക് വാങ്ങി മാധ്യമപ്രവർത്തകരുടെ കുപ്പായം അണിഞ്ഞുകൊണ്ട് ഇതേപോലുള്ള ജൽപ്പനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ നമ്മൾ തടഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ രാജ്യത്തിനും സമൂഹത്തിനും വളരെയേറെ ഭീഷണിയാണ് ഉണ്ടാകുന്നത്.
നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക. നമ്മുടെ സമൂഹത്തിൽ ഒരു കള്ളൻ, അവൻ ഈ ആൻഡോയെ കൂട്ടുള്ള കള്ളൻ, ആൻഡോ അതിൽ ഈ സാധാരണ കള്ളന്മാരെന്ന് പറയുന്നത് ഈ ഈ ഒളിച്ചും പതുങ്ങിയും രാത്രി കാലങ്ങളിലൊക്കെ പോയിരുന്നു മോഷ്ടിച്ച് നമ്മളെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവൻ അങ്ങനെയല്ല. ഇവൻ അങ്ങനെ പറ്റിച്ചും വെട്ടിച്ചും ആളുകളെ പറഞ്ഞു പറ്റിച്ചും വെട്ടിച്ചും പണമുണ്ടാക്കി മറ്റേ ഈ മരമൊക്കെ ഉദ്യോഗസ്ഥർക്ക് കാശുമൊക്കെ കൊടുത്ത് അങ്ങനെ വെട്ടീര് നടത്തി കടത്തി കൊണ്ടുപോയി. ഇങ്ങനെ സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തി നടത്തുന്ന ഇവനെ പോലുള്ളവർ ഇതേ രീതിയിൽ ഇറങ്ങി പുറപ്പെട്ടാൽ അതൊരുപാട് സമൂഹത്തിനെ ദുഷിപ്പിക്കും. കള്ളന്മാരുടെ ഒരു കൂട്ടം ഒരു ഗ്രാമത്തിൽ നമ്മൾ ചെന്ന് പെട്ട് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? കുറേ നാൾ അവിടെ നമ്മൾ അവരോടൊപ്പം താമസിച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്വഭാവവും കുറച്ച് ഈ കള്ളന്മാരുടെ സ്വഭാവത്തിലേക്ക് കുറേയേറെ മാറാതിരിക്കുകയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആ സമൂഹത്തിൽ ജീവിച്ചു പോകണമെങ്കിൽ, ആ സമൂഹത്തിൽ കഴിഞ്ഞു പോകണം എന്നുണ്ടെങ്കിൽ ഇവരുടെ തലത്തിലേക്ക് നമ്മൾ മാറേണ്ടി വരും എന്ന് ഉള്ള ആ ഒരു ബോധ്യത്തോടു കൂടി നമ്മൾ ആ രീതിയിലേക്ക് മാറിയിരിക്കും. അതാണ് ഇത്തരം ചാനലുകളെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചാൽ നമ്മുടെ സമൂഹത്തിലുണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ. നമ്മുടെ കുട്ടികളൊക്കെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ പഴയ കാലം ഇവൻ്റെ ഈ ആൻഡോയുടെ ഈ തട്ടിപ്പും വെട്ടിപ്പും എന്നൊന്നും ആരും പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നില്ല. വടക്കൻ പാട്ടുണ്ടായിരുന്നു. അവിടുത്തെ ചേകവന്മാരെ കുറിച്ചൊക്കെ ഇങ്ങനെ പാടി നടക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അത്തരം ആൾക്കാർ ഇല്ലാത്തത് കൊണ്ട് അങ്ങനെയുള്ള വടക്കൻ പാട്ട് പോലെ ആൻഡോ പാട്ടുകളെന്നോ അല്ലെ റിപ്പോർട്ടർ പാട്ടുകളെന്ന് പറഞ്ഞിട്ട് കഥയിൽ ആൻഡോ പാട്ടുകളെന്നും പറഞ്ഞ് അയാളുടെ ഈ തട്ടിപ്പും വെട്ടിപ്പും പാടി നടക്കാൻ ആളുകൾ ഇന്നത്തെ കാലത്ത് ഇല്ലാത്തത് കൊണ്ട് ഇയാളൊരു നല്ല മനുഷ്യനാണ്, സമൂഹത്തിന് ഒരുപാട് ഗുണം ചെയ്ത മനുഷ്യനാണ് എന്ന് തെറ്റിദ്ധരിച്ച് വരും തലമുറ. അങ്ങനെ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇവനെ പോലുള്ളവന്മാരുടെ എന്ത് സംരംഭം നടത്തിയാലും അതിനെ നമ്മൾ ഈ രീതിയിൽ തകർത്ത് തരിപ്പണമാക്കുക. ഒരിക്കലും പൊങ്ങി വരാത്ത രീതിയിൽ നികേഷ് കുമാറിന് പറ്റിയ രീതിയിൽ ഇത് വിറ്റാരെയും തലയിൽ അടിച്ചേൽപ്പിച്ചിട്ട് രക്ഷപ്പെടുക എന്നുള്ള തരത്തിലേക്ക് ഇവരെയൊക്കെ എത്തിക്കുക. അതുമാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അത് ഈ ദേശത്തിൻ്റെ നിലനിൽപ്പിനും അതാണ് ഏറ്റവും പരമമായി നമ്മൾ ചെയ്യേണ്ട നമ്മുടെ കടമ എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഇത്തരം കള്ളന്മാരെയും ഇത്തരം സാമൂഹ്യ വിരുദ്ധ വാർത്തകൾ പടച്ചു വിടുന്ന സ്മൃതി പരുത്തിക്കാടി, ജിമ്മി, മറ്റേ ആ മൊട്ടയരൻ എന്ന് പറഞ്ഞ ഇവരുടെയൊക്കെ ഉസ്താദാണ്. അവനാണ് ഈ രസോദല്ല, അവൻ ഈ ഓരോന്ന് ഈ പറഞ്ഞു കൊടുക്കും, തയ്യാറാക്കി പഠിപ്പിക്കും. ഈ ആൻഡോ എന്ന് പറയുന്ന ഈ കള്ളനെ ഇവൻ വന്നിട്ട് ചാനലിനകത്ത് വന്നിരുന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അങ്ങ് തമാശയും രസമാണ്. എന്ന് വെച്ചാൽ മലയാളം അറിയാവുന്നവർ പറയുന്ന രീതിയിലല്ല, എന്തെങ്കിലുമൊക്കെ അങ്ങ് പറഞ്ഞു വിടും. വിവരക്കേടും വിട്ടിത്തുമൊക്കെ പറഞ്ഞു വിടും. എന്നിട്ട് ഇവൻ വലിയൊരു മാധ്യമപ്രവർത്തകൻ, തലമുതിർന്ന ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള രീതിയിലുള്ള ഒരു ഭാവനയും ഒക്കെ ആയിട്ടാണ് അവൻ ആ പരിപാടി അവതരിപ്പിക്കുന്നത്. ഇത് കാണുമ്പോൾ എനിക്ക് തന്നെ ഇത് സ്വയം കൃതാനാർത്ഥം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ഞാൻ 10-20 വർഷം കൊണ്ട് മാധ്യമ രംഗത്തുള്ള ആളാണ്. 2-3 അച്ചടി മാധ്യമങ്ങളുടെ റിപ്പോർട്ടറായിട്ട് പ്രവർത്തിച്ച ആളാണ്. ഇപ്പോൾ സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലും ഒരു ന്യൂസ് പോർട്ടലും ഒക്കെ നടത്തുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടായിരിക്കാം. അങ്ങനെ മാധ്യമരംഗത്ത് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന് അറിയപ്പെട്ടല്ലോ എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ. കാരണം ഇവനെ പോലുള്ളവർ വന്നിരുന്നു മുട്ടയൊട്ടും പിന്നോട്ടല്ല. പിന്നെ ശ്രീകണ്ഠൻ നായർ ഇതുപോലൊക്കെ ഉള്ളവർ ഈ മാധ്യമപ്രവർത്തകരായിട്ട് ഉള്ളപ്പോൾ ആ മാധ്യമ പ്രവർത്തകരുടെ ആ ഒരു നിലവാരത്തിൻ്റെ തകർച്ച, അത് പൊതുവെ സമൂഹം എല്ലാവരെയും അതേക്കുറിച്ച് ചിന്തിക്കത്തുള്ളൂ. പണ്ട് കാലത്ത് ഒരു പത്ര റിപ്പോർട്ടർ എന്ന് പറഞ്ഞാൽ എൻ്റെ തുടക്കത്തിലൊക്കെ വളരെ ബഹുമാനമായിരുന്ന ആളുകൾക്ക്. ഞങ്ങളെയൊക്കെ കാണുമ്പോൾ ഞങ്ങൾ വാർത്ത എടുക്കാൻ പോകുമ്പോഴാണെങ്കിലും നാട്ടിൽ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ പോലും ഞങ്ങളെ ആദ്യം വിളിച്ച് പറയുന്നത് ഞങ്ങളെയായിരുന്നു. അതേപോലെ ആളുകൾക്ക് ഒരു പ്രത്യേക ഒരു മമതയായിരുന്നു മാധ്യമപ്രവർത്തകരോട്. ഇവന്മാരെ പോലുള്ളവർ വന്നിരുന്ന് ഈ മാധ്യമ പ്രവർത്തകരെന്നുള്ള അവരുടെ ആ ഒരു
ഒരു അന്തസ്സിനെ ഇടിച്ചു കളഞ്ഞു, അന്തസ് ഇല്ലാതാക്കി, തീർത്തും ഇല്ലാതാക്കി. ഈ മൊട്ട ഈ ഈ ആൻഡോ അഗസ്റ്റിനെ പോലുള്ളവന്മാർ ഇല്ലാതാക്കിയെങ്കിലും നേരത്തെ കുറച്ചെങ്കിലും ഒരു അന്തസ്സുണ്ടായിരുന്നു. അതിനെപ്പോലും ഇല്ലാതാക്കിയ ഒരു അവസ്ഥയാണ് ഈ മാധ്യമ മേഖലയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവന്മാരൊക്കെ പറയുന്നത് ജനാധിപത്യം നിലനിർത്തുന്നത് മാധ്യമങ്ങളാണ്, അതുകൊണ്ട് അവർക്കെതിരെ നടപടിയെടുക്കാൻ പാടില്ല എന്നാണ് ഇവന്മാർ പറയുന്നത്. ഒരു ചുക്കുമല്ല. എന്ത് ജനാധിപത്യം നിലനിർത്തുന്നതാണ് ഇവരിൽ കൂടി ജനാധിപത്യം നിലനിർത്താൻ കഴിയുന്നില്ല. ഇതേപോലുള്ള ചില പാർട്ടികളുടെ പക്ഷം പിടിച്ചുകൊണ്ട് ഇവന്മാര് അവിടെ നടത്തുന്ന പാർട്ടി ഈ പ്രവർത്തനമാണ് നടത്തുന്നത്. അത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. ഈ ജനാധിപത്യത്തിന്റെ പേരും പറഞ്ഞ് ജനാധിപത്യം നിലനിർത്തുന്ന ഇവരാണ്, ഫോർത്ത് എസ്റ്റേറ്റ് ആണ്, ഗുന്തമാണ്, കുടച്ചക്രമാണെന്നും പറഞ്ഞ് ഇവരുടെ ആ വാചകവടിയിലൊന്നും ജനങ്ങൾ വീഴുകയില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. കാരണം നിങ്ങളുടെ സ്വഭാവം എന്താണെന്ന് ഞങ്ങൾക്കറിയാം, ജനങ്ങൾക്കറിയാം. ജനങ്ങൾ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എവിടുന്നേലും കുറച്ച് ആനുകൂല്യം പണമോ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വൃത്തികേടും കാണിക്കുന്ന കൂട്ടരാണ് ഇപ്പോഴത്തെ ഇതേപോലുള്ള ചില എല്ലാ മാധ്യമപ്രവർത്തകരും. ഇപ്പോഴും നല്ല രീതിയിൽ മാധ്യമപ്രവർത്തനം നടത്തുന്നവരുണ്ട്, നിങ്ങളെപ്പോലുള്ളവരെന്നുള്ള കാര്യം അറിയാം. ഇപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് വന്ന സമയത്ത് ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം പറഞ്ഞത് കേട്ടു. ഈ രാഹുൽ മാങ്കൂട്ട് അവരുടെ നാട്ടുകാരിയുണ്ട്, അവർക്ക് എന്തെങ്കിലും ഇതേപോലെ ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഈ ചാനൽ നടത്തുന്ന അവർ ചാനലിന്റെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും അതിൽ നിന്ന് ഇവർ നൽകുന്ന സൂചനയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇത് റിപ്പോർട്ടർ ചാനൽ തന്നെ ആയിരിക്കാം എന്ന് നമ്മൾ ചിന്തിക്കാം. കാരണം അവരുടെ പ്രവർത്തനം എങ്ങനെയാണ്, അവര് പണം മുടക്കി സമൂഹത്തിൽ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കും, വ്യാജമായിട്ടുള്ള കേസുകൾ ഉണ്ടാക്കും. അതിന് എത്ര രൂപ വേണേലും ഇവർ മുടക്കാൻ തയ്യാറാണ്. അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിക്കെതിരെ ഒരു കേസ് അവരെ നശിപ്പിക്കണം എന്നുള്ള ചിന്തയിൽ ആളുകളെ അവതരിപ്പിക്കാറുണ്ട്. അത് സ്ത്രീകളെയാണെന്നുണ്ടെങ്കിലും നമ്മൾ അറിയുന്നുണ്ട്. ആ മുട്ടിൽ മരം മുറി കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ ഇവർ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഒരു സ്ത്രീക്ക് പണം കൊടുത്ത് അവരെ കൊണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വ്യാജ പീഡന പരാതി കൊടുത്തത്. അത്തരം സ്വഭാവക്കാരാണ് ഈ ആൻഡോയും അയാളുടെ സഹോദരങ്ങളും ആ ചാനലും. അപ്പോൾ ആ രീതിയിൽ ഈ സമൂഹത്തിനെ ഈ ദുഷിപ്പിക്കുന്ന ഈ മാധ്യമം എങ്ങനെയാണ് ഈ ജനാധിപത്യത്തിന് കാവലാളാകുക? ഒന്നുമില്ല. ഇവന്മാർ മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ ഒരു കാര്യമേ ചിന്തിക്കേണ്ട ആവശ്യമില്ല സർക്കാർ. ഇതേപോലുള്ള വൃത്തികെട്ടവന്മാർക്ക് അനുകൂലമായിട്ട് കോടതി വിധി ഉണ്ടായാൽ അതും കേന്ദ്ര സർക്കാർ അംഗീകരിക്കരുത്. ഇവനെയൊക്കെ മര്യാദ പഠിപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ ഇത് മാധ്യമ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞ് ഇവനൊക്കെ സ്വതന്ത്രരായിട്ട് എന്തും വിളിച്ചു പറയട്ടെ, തോന്നിയ ദിവസം പറയട്ടെ എന്നുള്ള രീതിയിലുള്ള ആ സമീപനം മാറ്റി വെച്ചുകൊണ്ട് ഇവനെയൊക്കെ നിയന്ത്രിക്കാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾ വിചാരിച്ച് ഇവരെ തകർക്കാൻ ശ്രമിച്ചാലും പിന്നെ ഇവനൊക്കെ തലപൊക്കി വരും. റിപ്പോർട്ടർ ചാനലിൻ്റെ കാര്യം തന്നെ നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞ അവരെ കുറിച്ചാണല്ലോ കൂടുതൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നികേഷ് കുമാറിന് നിൽക്കക്കള്ളിയില്ലാത്ത രീതിയിൽ ഈ ചാനൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നത് കൈമാറ്റം ചെയ്യേണ്ടി വന്നു. ഈ ആൻഡോ അഗസ്റ്റിനെ പോലുള്ള കള്ളന്മാർക്ക് വിൽക്കേണ്ടി വന്നു. ഇന്ത്യ വിഷൻ്റെ കാര്യം അതുപോലെ പൂർണ്ണമായിട്ടും നിർത്തേണ്ടി വന്നു. ആ അവസ്ഥ ജനങ്ങൾ എത്തിക്കും എന്നിരിക്കെ കൂടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്ന കാര്യങ്ങളും ചെയ്യണം. കോടതി എന്തും വിധിച്ചോട്ടെ, അത് അംഗീകരിക്കാതെ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ അംഗീകരിക്കുക. അല്ലാതുള്ള ഇതുള്ള തോന്നിവാസത്തിന് അനുകൂലമായിട്ട് കോടതി നിലപാടെടുത്താൽ നിങ്ങൾ നിങ്ങളുടെ പണി നോക്കാമെന്ന് പറയുന്ന ഒരു മനസ്ഥിതിയിലേക്ക് സർക്കാർ മാറണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ സമൂഹത്തിന് ഈ രാജ്യത്തിനെ നമുക്ക് നിലനിർത്താൻ കഴിയുകയുള്ളൂ. ഇവന്മാരൊക്കെ രാജ്യത്തെ മാധ്യമ സ്വാതന്ത്ര്യം എന്ന പേരൊക്കെ പറഞ്ഞ് ഇവർ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ആ നടപടികളെ നമ്മൾ ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം.